എന്റെ ജീവിതത്തിൽ ഉടനീളം ചങ്ങാതിമാർ, ബന്ധുക്കൾ, അധ്യാപകർ, അങ്ങനെ അടുപ്പമുള്ള എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്: എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പായി ചിന്തിക്കൂ. എന്നാൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഉപദ്രവം ചെയ്തൊരു വാക്കാണിത്. പിന്നെ ഞാൻ മറ്റ് 2 വാക്കുകൾ കണ്ടെത്തി: ചിന്തിക്കേ അരുത്. ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ 2 വാക്കുകൾ ഉപകരിക്കുമെന്ന് എനിക്ക് പിടികിട്ടി. എന്റെ കഥ പറഞ്ഞ് ജീവിതത്തിന് രൂപം നൽകാൻ ഈ 2 വാക്കുകൾ ഉപകരിച്ചു എന്ന് മനസ്സിലാക്കി തരാം. സ്കൂൾ പഠിക്കുമ്പോൾ ടീച്ചറോട് എന്തെങ്കിലും സംശയം ചോദിക്കാൻ കൈ ഉയർത്തും മുമ്പ് ആലോചിക്കുമായിരുന്നു. സ്വന്തം വാക്കുകൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആലോചിക്കും. എന്ത് ചെയ്യുന്നതിന് മുമ്പായും ചിന്തിക്കും. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയായി. എന്നിരുന്നാലും 11ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫിലിം മേക്കിംഗ് എന്ന ആശയത്തിനോട് വളരെ താല്പര്യം തോന്നി. ഒരു കൊച്ചു ഹാൻഡിക്യാം ഉപയോഗിച്ച് നമ്മുടെ ആശയങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കാമെന്ന സത്യം എന്റെ അഭിപ്രായത്തിൽ വളരെ ശക്തമായൊരു മാധ്യമമാണിത്. ഹൈസ്കൂൾ പഠനം മുഴുമിച്ച് ഞാൻ എന്റെ അമ്മയുടെയും എന്റെ കാര്യത്തിൽ എപ്പോഴും ഒരുപാട് താല്പര്യം കാണിക്കുന്ന അനു ആന്റിയുടെയും അടുക്കൽ ചെന്നു. ഫിലിം മേക്കർ ആകണമെന്ന മോഹം അവരോട് പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്ത്യയിൽ ഒരാൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലാതെ എന്തെങ്കിലും ആവാൻ ശ്രമിച്ചാൽ അയാളെ ഒരു ഭീകരനായി കണക്കാക്കും. പറ്റില്ലെന്നവർ തീർത്തു പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ടവർ ഇത് ചെയ്യിച്ചതാണ് എനിക്ക് സങ്കടം. ഫിലിം മേക്കറായി ഞാൻ വിജയിക്കണമെന്നില്ല, ആവശ്യത്തിന് പണം സമ്പാദിക്കണമെന്നില്ല, കാര്യം നടക്കണമെന്നില്ല. പക്ഷെ ഈ വാക്ക് വീണ്ടും എനിക്ക് ശല്യം ചെയ്തു. കാരണം ഞാൻ ചെന്നെത്തിയത് ഇവിടെയാണ്. എഞ്ചിനീയറിങ്ങിനോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാനത് വെറുത്തു, ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും. എന്നാൽ എഞ്ചിനീയറിംഗിൽ ഒരു കാര്യം സംഭവിച്ചു. അതുവരെ ഞാൻ സാമാന്യം മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു, ഒരിക്കലും തോറ്റിട്ടില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഞാൻ തോറ്റു. എന്നാൽ ആ ഒരു നിമിഷത്തെ തോൽവി വാസ്തവത്തിൽ എനിക്കൊരു വലിയ വിജയത്തിന്റെ നിമിഷമായി മാറി. കാരണം അപ്പം മുതൽ ഞാനൊഴിച്ച് മറ്റാർക്കും ഒന്നും തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ലാതായി. അങ്ങനെ ഞാൻ ഇത് ചെയ്യാൻ തീർച്ചയാക്കി. വീണ്ടും ഹാൻഡിക്യാം കയ്യിലെടുത്ത് ഷോർട്ട് ഫിലിമുകൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. 2006 ഒരു ചെറു കണ്ടുപിടുത്തത്തിലൂടെ ലോകമെമ്പാടും കാണാനാകും വിധം എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യാൻ സാധ്യമാകുമെന്നായി. ഒരേ ക്ഷണത്തിൽ തന്നെ എന്റെ എല്ലാ ഫിലിമുകളും അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം ഞാൻ കൂടുതൽ ഫിലിമുകൾ ഉണ്ടാക്കാനും തുടങ്ങി. ഇത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെനിക്ക് പ്രൊഫഷണൽ അവസരങ്ങൾ നൽകാൻ തയ്യാറായി. YouTube.comന്റെ സഹായത്തോടെ കോളേജിന്റെ ആദ്യ വർഷം ഞാൻ എന്റെ ആദ്യത്തെ കമ്പനിയായ ലാസ്റ്റ് മിനിറ്റ് ഫിലിംസ് ആരംഭിച്ചു. എഞ്ചിനീയറിംഗിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവസാന നിമിഷത്തിലാണ്. മാത്രമല്ല ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വർഷത്തിന് ശേഷം യൂട്യൂബിന്റെ ആവശ്യത്തിന് മാത്രമായി പെന്റാഗ്രാം എന്ന റോക്ക് ബാൻഡ് ഒരു സംഗീത വീഡിയോ സംവിധാനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ ആ മ്യൂസിക് വീഡിയോ ഉണ്ടാക്കി. അതിന് 1 ലക്ഷം വ്യൂകൾ ലഭിച്ചു. കൂടാതെ ഈ വീഡിയോ കാണാനിടയായ ബോംബെയിലെ ഒരു നിർമ്മാണ കമ്പനി എനിക്കൊരു ജോലിയും ഓഫർ ചെയ്തു. ഇവിടെ എനിക്ക് കിട്ടുന്ന അവസരം ചുമ്മാ സഹായിക്കാനല്ല, മറിച്ച് മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്യാൻ തന്നെയായിരുന്നു. പക്ഷെ കോളേജിൽ എൻ്റെ 3ാം വർഷമായിരുന്നു. ബോംബെയിൽ നിന്ന് അമ്മയെയും അനു ആന്റിയെയും ഫോൺ ചെയ്ത് സംവിധായകനാകാൻ എനിക്ക് കിട്ടിയ അവസരത്തെക്കുറിച്ച് അറിയിച്ചു. അവർക്ക് വലിയ ഉത്സാഹമൊന്നും കണ്ടില്ല. ഒരു 20 വയസ്സുകാരൻ ബോംബെയിൽ തങ്ങുന്നു, കാര്യമായി എന്ത് നേടാൻ? അതിനാൽ തിരിച്ചു വന്ന് നീണ്ടൊരു വർഷത്തെ എഞ്ചിനീയറിംഗ് എന്ന ശിക്ഷ മുഴുമിച്ചു. അങ്ങനെ എഞ്ചിനീയറിംഗ് തികച്ചും തീർത്ത ശേഷം ഞാൻ ഇത് തീർച്ചയാക്കി. ഉടനടി ബോംബെക്കൊരു 1 വേ ടിക്കറ്റ് എടുത്ത് ആ പ്രൊഡക്ഷൻ കമ്പനി ഓഫീസിലെത്തിയത് എനിക്കൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അവരെന്നെ എടുത്തു. മാത്രമല്ല 2 മാസങ്ങൾക്ക് ശേഷം ഒരു പരസ്യ വീഡിയോ സംവിധാനം ചെയ്യാൻ മിസ്റ്റർ റഹ്മാന്റെ സ്റ്റുഡിയോയിലേക്ക് അയച്ചു. പേടിച്ചറിഞ്ഞിരുന്നു. കാരണം നെറ്റ്വർക്ക് അനാലിസിസും ഫീൽഡ് സിസ്റ്റംസ് മാത്രം അറിയുന്ന ഞാൻ പ്രോമോ വീഡിയോന് റഹ്മാനെ ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നല്ല കാലം, ഷൂട്ട് നന്നായി നടന്നു. ഒടുവിൽ അദ്ദേഹം എന്നോട് ഇത്രയേ പറഞ്ഞുള്ളൂ: നമ്മുടെ ജീവിതം ചെറുതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും ഞാൻ ആ വാക്കുകൾ ഓർക്കാറുണ്ട്. 2 മാസങ്ങൾക്ക് ശേഷം ശങ്കർ എഹ്സാൻ ലോയ്ക്ക് വേണ്ടി ഒരു മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്യുമ്പോൾ വീഡിയോ താരമായി വന്നത് പ്രശസ്ത നടി പ്രീതി സിന്ത. സംവിധായകൻ ഞാനാണെന്ന കാര്യം വിശ്വസിച്ചില്ല. 20 വയസ്സ് പ്രായം, 15 വയസ്സ് തോന്നിക്കുന്നു. ഞാൻ സംവിധായകനാണെന്ന് അംഗീകരിക്കാൻ അവർക്കുണ്ടായ വിഷമം ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ വീഡിയോ സംവിധാനം തീർന്നപ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മോഹൻ ശക്തമായി. ഞാൻ അങ്ങനെ ബാംഗ്ലൂരിൽ തിരിച്ചെത്തി. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അത് ഏതാണ്ട് ഇങ്ങനെ ആരംഭിക്കുന്നു. നല്ല ബിസിനസ് ആശയങ്ങൾ ജനിക്കുന്ന മദ്യത്തിനൊപ്പമാണെന്ന് എനിക്കറിയാം. കാരണം മദ്യം സേവിച്ചാൽ തടസ്സങ്ങളെല്ലാം നീങ്ങും. അങ്ങനെ ഞാനും എൻ്റെ ചങ്ങാതിയും ബാറിലിരുന്ന് കുടിച്ച് ലഹരിയായി വരുമ്പോൾ ഹൈസ്കൂളിനെ കുറിച്ച് ഓർമ്മ വരുന്നു. ബിഷപ്സ് കോട്ടൺ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഞങ്ങൾ കീറ്റോണിയൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കീറ്റോണിയൻസ് എന്ന വാക്കോടെയുള്ള സ്വെറ്റ് ഷർട്ട് കിട്ടി എത്ര നന്നായിരിക്കും എന്നാണ് മനസ്സിൽ തോന്നിയത്. പക്ഷെ ഞങ്ങൾ നന്നായി കുടിച്ചിരുന്നല്ലോ, അപ്പോൾ എന്തും സാധ്യമാണ്. ഞങ്ങൾ ആലോചിച്ചു, എടോ, രാജ്യത്ത് ഓരോ സ്കൂളിലും കോളേജിനും വേണ്ടി നമുക്കിത് ചെയ്താലെന്താ? ഒരു ടിഷ്യൂ പേപ്പർ ചീന്തിന്മേൽ ഞങ്ങൾ ആ ബിസിനസ് പ്ലാൻ എഴുതിയിട്ടു. ഓരോ സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു വസ്ത്രം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ശരി, ഇപ്പോൾ നല്ലൊരു ഐഡിയ കയ്യിലുള്ളപ്പോൾ നമ്മൾ ഇതൊരിക്കലും ചെയ്യരുത്. അമ്മയോടും അനുവാന്റിയോടും ഒന്നും പറയരുതല്ലേ, കാരണം അങ്ങനെ ചെയ്താൽ എന്താകുമെന്ന് അറിയാം. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നോ പിള്ളേരെ, ഒരു ബിസിനസ് നടത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒന്നും, ഒരു ശകലം പോലും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. പക്ഷെ എഞ്ചിനീയറിംഗിന് 4 വർഷം ഞാൻ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഏറ്റവും ആവശ്യമായ വസ്തു അതാണെന്ന് മനസ്സിലാവുന്നു. ഏവരുടെയും ജീവിതം നിർവചിക്കുന്ന ഒരേ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ്. സംശയിക്കണ്ട, ഇതുകൊണ്ടുള്ള പ്രശ്നം മുമ്പും ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? നാം ചെയ്യാൻ പോകുന്നത് ഇതാണ്. തിരുപ്പൂരിൽ ഉൽപ്പാദന കേന്ദ്രമുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്തി കുറച്ച് സാമ്പിളുകൾ അയാൾ തയ്യാറാക്കി തന്നു.
ബിഷപ്പ് സ്കോട്ടിന്റെ പഴയ വിദ്യാർത്ഥികളുടെ മേളയിൽ ആരെങ്കിലുമൊക്കെ താല്പര്യം കാണിക്കുന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ കൊച്ചു സ്റ്റോളുമായി ചെന്നെത്തി. ആദ്യം ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഹുഡി എവിടുന്ന് കിട്ടി? എനിക്കിത് വാങ്ങിക്കാമോ? ഓ പിന്നെന്താ. താമസിയാതെ അവൻ മറ്റ് കീറ്റോണിയും ചങ്ങാതിമാരെയും കൊണ്ടുവന്നു. അവരൊക്കെ ഓരോന്ന് വിധം വാങ്ങി. എന്തിനേറെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ 2500 ഹുഡീസ് വിറ്റു. അപ്പോഴാണ് അറിഞ്ഞത്, അതെ, ഞങ്ങളുടെ പക്കൽ കാര്യമായ എന്തോ ഉണ്ട്. പിന്നൊരു നല്ല കാര്യം എന്തെന്നാൽ, ഈ കീറ്റോണിയൻ പിള്ളേരെല്ലാം ഹുഡീസ് വേണമെങ്കിൽ ടൗണിലൂടെ ചുറ്റാൻ തുടങ്ങിയപ്പോൾ മറ്റു സ്കൂളുകളിലെയും കോളേജുകളിലെയും പയ്യന്മാർ ചളിപ്പോടെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവർ ഞങ്ങളുടെ അടുത്തെത്തുമെന്ന് ഉറപ്പായി. എന്നാൽ ഇന്ത്യ ആകെ ഇത് നടപ്പിലാക്കാൻ ഒരു പദ്ധതി രൂപീകരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 2009 എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഇത് എത്തിക്കാൻ അൽമ മാറ്റർ എന്ന ഓൺലൈൻ സ്റ്റോർ ഞങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇത് ആരംഭിച്ച ഉടൻ തന്നെ പ്രശ്നങ്ങളും തുടങ്ങി. ചങ്ങാതിമാരുടെ ചോദ്യം, വല്ല തകരാറും ഉണ്ടോ? ഇതെന്താ കാണിക്കുന്നത്? സ്ഥിരമായ ജോലിയൊന്നും വേണ്ട, എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? അമ്മയ്ക്കാകട്ടെ എനിക്ക് സ്ത്രീധനം ഒന്നും കിട്ടില്ലെന്ന വേവലാതിയായിരുന്നു. ഒരു ജോലി ഇല്ലെങ്കിൽ സ്ത്രീധനം കിട്ടില്ലെന്നാണ് ഇന്ത്യയിലത്തെ സ്ഥിതി. അമ്മയ്ക്ക് ഏറെ മനപ്രയാസം. അനുവാണ്ടിയാകട്ടെ എന്നെ ടീഷർട്ട് സെയിൽസ്മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതെല്ലാം തലയ്ക്കുള്ളിൽ പുകഞ്ഞു നീറി ഞാനൊരു പിരിമുറുക്കത്തിലായി. ആലോചനയൊക്കെ ഞാൻ എന്തായി ചെയ്യുന്നത്? അപ്പോൾ എഞ്ചിനീയറിംഗ് സമയത്ത് തോൽവിയുടെ ആ ചെറു നിമിഷത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി. മനസ്സിൽ തോന്നി, ഞാൻ എഞ്ചിനീയറിംഗിൽ തോറ്റെങ്കിലും പ്രശ്നം ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ഇതിൽ തോറ്റാലും എന്താവാനാ? ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാൻ തീരുമാനിച്ചു. അതിവേഗം കാര്യങ്ങൾ നീങ്ങാനും തുടങ്ങി. ഞങ്ങളുടെ വളർച്ച തുടങ്ങി. ജനങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കാനും തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും പേരെടുത്ത മാഗസീനിൽ ഞങ്ങൾ മുഖചിത്രമായി. ഞങ്ങളെപ്പറ്റി 50-ൽ പരം പത്രലേഖനങ്ങൾ വേറെ ചെയ്തു. ഇന്ന് അൽമ മാറ്റർ ഈ നിലയിലെത്തി. 200-ലേറെ നഗരങ്ങളിൽ 4 ലക്ഷം വിദ്യാർത്ഥികളുള്ള 3000-ൽ പരം സ്കൂളുകളും കോളേജുകളുമായാണ് ഞങ്ങളുടെ ഇടപാടുകൾ. ബാംഗ്ലൂരിലെ ഒരു ചെറിയ ഓഫീസിലിരുന്ന് തന്നെ. പിന്നെ രസകരമായ ഒരു സംഭവം കേൾക്കണോ? 1 വർഷത്തിന് ശേഷം ഞാനും എൻ്റെ ചങ്ങാതിയും അതേ ബാറിലിരിക്കുമ്പോൾ കീറ്റോണിയൻ ഹുഡി ധരിച്ച ഒരു പയ്യൻ ഞങ്ങളെ കടന്നുപോയി. ആ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ വിജയം എന്നാൽ ആ ഒരു നിമിഷമാണ്. എനിക്ക് വിജയമെന്നാൽ പണമോ കാറോ ബാങ്ക് ബാലൻസോ അല്ല, മറിച്ച് ഇത്തരം നിമിഷങ്ങളാണ്. ശരിക്കും 1 വർഷത്തിന് ശേഷം ആ പയ്യൻ ഞങ്ങളെ കടന്നുപോയ ആ നിമിഷം ഞങ്ങളൊന്ന് ചുമ്മാ സ്വയം വിലയിരുത്തി. എനിക്കത് വിജയത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട മഹത്തായ നിമിഷമായിരുന്നു. പിന്നെ ആ നേട്ടം കൈവരിക്കാൻ കാരണമായതോ ചിന്തിക്കുകയേ അരുത്. ഒപ്പം തന്നെ ലാസ്റ്റ് മിനിറ്റ് ഫിലിംസിന്റെ പ്രവർത്തനവും ഞങ്ങൾ തുടർന്നിരുന്നു. അങ്ങനെ യൂട്യൂബ് ചാനലിൽ 10 ലക്ഷം വ്യൂകൾ നേടുകയും യൂട്യൂബ് ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. ഓരോ തവണ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോകൾ കാണുമ്പോഴും ഞങ്ങൾക്കൊരു തുക നൽകുമെന്ന് മെയിലും അവരയച്ചു. ഇതൊരു കാര്യമായി, കാരണം പതിവായി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അച്ഛൻ ഏറെ വേവലാതിയായിരുന്നു. എന്നാൽ അതിന് ഓരോന്നിനും എനിക്ക് പണം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി കഴിയുന്നത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്തേക്ക്. ഇനി നമുക്ക് ഈ കഥയുടെ ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് കിടക്കാം. ഈ അനു ആൻറ്റി എന്ന കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു ശക്തമായ ഭാഗമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും അവർ തലയിടുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ പ്രശ്നത്തിനൊരു പോംവഴിക്കായി അനു ആൻറ്റിയെക്കുറിച്ചും അവരെൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ശല്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും പിന്നെ ബ്ലോഗിലും ഞാൻ കുറിപ്പുകൾ അയച്ചു. ആരോ മറുപടി അയച്ചു, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണം. പ്രശ്നം എന്തെന്നാൽ ഒരു പുസ്തകത്തിന് 50,000 വാക്കുകൾ വേണ്ടി വരും. ഞാൻ എഴുതിയിട്ടുള്ളത് അങ്ങേയറ്റ 500 വാക്കുകൾ മാത്രം. അപ്പോൾ ഞാൻ എങ്ങനെ പുസ്തകം എഴുതും? പെട്ടെന്ന് എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചറുടെ വാക്കുകൾ ഓർമ്മ വന്നു. പ്രവർത്തനം തുടങ്ങും വരെ എല്ലാം കഠിനമാണെന്നേ തോന്നുന്നു. അങ്ങനെ ഞാൻ ആരംഭിച്ചു. പിന്നെ നിർത്തിയില്ല. 60,000 വാക്കുകളോളം എഴുതി തീർത്തു. എൻ്റെ പുസ്തകത്തിന്റെ പേര് ഇതായിരുന്നു, ഹൗ ഐ ബ്രേവ്ഡ് അനു ആൻറ്റി ആൻഡ് കോ ഫൗണ്ടഡ് $1 million കമ്പനി. ഏറ്റവും വലിയ എതിരാളിയായ അനു ആൻറ്റിയെ ഞങ്ങൾ അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കി. കാരണം പുസ്തകം ഞങ്ങൾ അൽമ മാറ്റർ എങ്ങനെ തുടങ്ങിയതിനെ കുറിച്ചായിരുന്നു. പക്ഷെ അനു ആൻറ്റി പ്രശസ്തി നേടി. ഒരു വശത്ത് അവർ ഞങ്ങളെക്കുറിച്ച് അപവാദം പരത്തുന്നു, എന്നാൽ കൂടെ പ്രശസ്തി നേടിയപ്പോൾ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് ആവില്ലെന്നായി. പുസ്തകത്തിന്റെ കാര്യത്തിൽ രസം എന്തെന്നാൽ ഞങ്ങൾ ചിലവ് ചുരുക്കിയിരുന്നല്ലോ. അതുകൊണ്ട് കമ്പനി മാർക്കറ്റ് ചെയ്യാൻ പണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റൊരാൾ കമ്പനി മാർക്കറ്റ് ചെയ്ത് ഒപ്പം ഞങ്ങൾക്ക് പണവും തരുന്നു. സ്വന്തം മാർക്കറ്റിങ്ങിന് പണം കിട്ടുന്ന ആശയങ്ങൾ സാധ്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മാർക്കറ്റിങ്ങിന് ഏറെ പണച്ചിലവുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ ഇവിടെ സ്വന്തം സ്ഥാപന മാർക്കറ്റിങ്ങിനായി മറ്റാരോ നിങ്ങൾക്ക് പണം തരുന്നു. ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞതുകൊണ്ട് പുസ്തകം നന്നായി പോകുന്നുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞു. പക്ഷേ ഏറ്റവും സന്തോഷിച്ചപ്പോഴെന്നാൽ ഒരു ഓട്ടോയിൽ കയറിയപ്പോൾ ആ ഓട്ടോക്കാരനും എൻ്റെ പുസ്തകം വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പടം എടുത്ത് അത് അനു ആൻറ്റിക്ക് അയച്ചു. അവരത് ഫ്രണ്ട്സിനെല്ലാം എത്തിച്ചു. കാരണം അവർക്കിതൊരു വിശേഷമാണ് എന്നത് തന്നെ. ഇങ്ക് കഥകൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരു കഥയിലൂടെ നിർത്തുകയാണ്. 2 വ്യക്തികളെക്കുറിച്ചാണിത്, രജത് പിന്നെ അശോക്. ഞാൻ രജത്തിനെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഈ കഥ. 1980കളിൽ IIT-യിൽ പഠിച്ച് ഇവർ 2 പേരും പിന്നീട് ഹാർവേഡ് ബിസിനസ് സ്കൂളിലെത്തി. അശോക് ആപ്പിളിൽ ജോലിക്ക് ചേർന്നപ്പോൾ രജത് ഒരു കൺസൾട്ടൻസി കമ്പനിയുടെ ഭാഗമായി. ഈ അടുത്ത് രജത് ഒരു ബിസിനസ് മീറ്റിംഗിനായി ഇന്ത്യയിലെത്തി. കൽക്കട്ടയിൽ വെച്ച് കാർ കേടുവന്നപ്പോൾ നന്നാക്കാൻ ഒരു ഗരാജിലെത്തിയ രജത് കണ്ടത് അത് നേരാക്കാൻ വന്ന അശോകിനെയായിരുന്നു. രജത്തിനൊരു ഷോക്കായി. അശോക്, നീ എന്താണ് ഈ കാർ നേരാക്കുന്നത്? ഞാൻ അറിയുന്ന ഏറ്റവും സ്മാർട്ട് ഗൈ നീയാണ്, ഒരു കമ്പനിയുടെ CEO ആകാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ. അപ്പോൾ അശോക് സ്വന്തം കഥ പറഞ്ഞു. നിനക്കറിയാമോ, ആപ്പിളിൽ കുറച്ചു കാലം ജോലി ചെയ്ത് ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി.
ഇന്ധനക്ഷമത കൂട്ടാനുള്ള ഒരു കമ്പനി സ്ഥാപിച്ചു. അത് വിറ്റ ശേഷം ഈ ഗരാജ് തുടങ്ങി. കാരണം എന്റെ സ്വന്തം കൈകൾ കൊണ്ട് കാറുകൾ നന്നാക്കുക എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി. എന്നോട് ഈ കഥ പറഞ്ഞത് രജത്തായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്കിപ്പോൾ 65 വയസ്സായി, ഞാൻ എൻ്റെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റാണ്. ജീവിതത്തിൽ ഞാൻ ആശിച്ച വിധം ജീവിക്കാനായില്ലല്ലോ എന്നൊരു ഖേദം മാത്രമേ എനിക്കുള്ളൂ. മറ്റാരോ എനിക്ക് നിശ്ചയിച്ചു നൽകിയ ജീവിതമാണ് ഞാൻ ജീവിച്ചു തീർത്തത്. ഒടുവിൽ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും കൈവിടരുത്. എൻ്റെ കാര്യത്തിൽ ഇത് സാധിക്കണമെങ്കിൽ ചിന്തിക്കുകയേ അരുത്, പ്രവർത്തിക്കൂ. നന്ദി.